എജുപ്ലസിൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റർ 8 ആണ്. ഇന്ത്യൻ ഫെഡറലിസം എന്നാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ് വരുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഇന്ത്യൻ ഫെഡറലിസത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം എന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനായിട്ട് രണ്ടു പേർക്കും കൂടെ അധികാരം പങ്കുവെക്കുന്ന ഒരു ഭരണരീതിയാണ്. ഇതിൽ ഇരുവശങ്ങളിലും ഭരണഘടനാനുസൃതമായിട്ടുള്ള അധികാരങ്ങളുണ്ടല്ലോ, അത് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും, അതായത് സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ്റിന് അവരവരുടെ ഉത്തരവാദിത്തങ്ങളും പ്രവർത്തന മേഖലകളും ഈ ഒരു ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം അനുസരിച്ചിട്ട് നിർവചിച്ചു കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. കുറച്ചധികം പോയിൻറ്റ്സ് ഉണ്ട് ഇതിൽ വരുന്നത്. ഫസ്റ്റ് വരുന്നത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ലിഖിത ഭരണഘടനയാണ് നമുക്ക് വരുന്നത്. ഇന്ത്യൻ ഭരണഘടന ഒരു ലിഖിത രേഖയാണ് കേട്ടോ. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറും ആണ്. അപ്പോൾ ഈ ഒരു ലിഖിത രേഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഭരണഘടന റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ഇവർക്ക് രണ്ടുപേർക്കും ഭരണഘടന അവരുടേതായിട്ടുള്ള മേഖലകളിൽ ഇൻഡിപെൻഡൻ്റ്ലി ഭരിക്കാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. ആൻഡ് ദ സെക്കൻഡ് തിങ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്, അതായത് കർക്കശമായിട്ടുള്ള ഭരണഘടന. അങ്ങനെ പറയാൻ കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ചില ഭേദഗതികൾക്ക് പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആകെ അംഗങ്ങളുടെ, പാർലമെൻറ്റിലുള്ള ആകെ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടെയോ അല്ലെങ്കിൽ ആ ഒരു സഭ സമ്മേളിക്കുമ്പോൾ ഹാജരായിരിക്കുന്നവരുടെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലോ ആണ് ആ ഒരു നിയമ ഭേദഗതി പാസ്സാക്കുന്നത്. ഇതിനു പുറമെ ചില ഭേദഗതികളുണ്ടല്ലോ, അവയ്ക്ക് കുറഞ്ഞത് 50% സംസ്ഥാനങ്ങൾ അംഗീകരിക്കണമെന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ, മെജോറിറ്റീൻ്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം അത് ലോ ആയിട്ട് മാറുന്നത് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെയാണ് ഇത് പൂർത്തിയാവുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭേദഗതികൾ ഈ ഒരു പ്രക്രിയയിലൂടെയാണ് നടന്നു വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡാണ് അല്ലെങ്കിൽ കർക്കശമാണെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഇതിൽ അധികാര വിഭജനമാണ് വരുന്നത്. സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സ് തീർത്തും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതാണ്. അവർ പരസ്പരമായിട്ട് മറ്റൊന്നിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ കടന്നു കയറാതെ അവരുടേതായിട്ടുള്ള പ്രവർത്തന മേഖലകൾ പാലിക്കാനാണ് നോക്കുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമുക്കറിയാം കേന്ദ്രത്തിന് കുറച്ചധികം പവേഴ്സ് കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എനിവേ അധികാരം വിഭജിച്ചിരിക്കുന്നത് രണ്ടുപേർക്കും അവരുടെ പ്രവർത്തന മേഖലകളിൽ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫോർത്ത് പോയിന്റ് നമുക്ക് നോക്കാം. ജുഡീഷ്യറിയുടെ മേധാവിത്വം. ജുഡീഷ്യറിയുടെ മേധാവിത്വത്തെക്കുറിച്ചിട്ടാണ്. അതായത് ഈ ഒരു ഫെഡറേഷൻ്റെ മറ്റൊരു ഫീച്ചർ അല്ലെങ്കിൽ സവിശേഷതയാണ് അതിൻ്റെ ഭരണഘടനയെ വ്യാഖ്യാനിക്കുകയും അതിൻ്റെ പരിശുദ്ധി നിലനിർത്തുകയും ചെയ്യുന്നതിനുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള നീതി വ്യവസ്ഥ. ഈ ഒരു നീതി വ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിയമം വന്നു കഴിഞ്ഞാൽ ആ ഒരു നീതി നടപ്പിലാക്കുന്നത് അതിൻ്റെ സുപ്രീം കോർട്ടാണ്. അപ്പോൾ സുപ്രീം കോർട്ടിന് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ പ്രാഥമികമായിട്ടുള്ള അധികാരം ഉണ്ട് താനും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അത് എടുത്തു കളയാനുള്ള ഒരു അധികാരം കൂടി ഈ ഒരു സുപ്രീം കോർട്ടിന് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഫെഡറേഷൻ്റെ സ്വഭാവത്തെ, നേച്ചറിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ ഭരണഘടന ഉണ്ടല്ലോ, അതിനെ ട്രൂ ഫെഡറേഷൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ വളരെ ഡിഫിക്കൽട്ടാണ് അല്ലെങ്കിൽ പ്രയാസമാണ്. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം വർക്കേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ ചില നോൺ ഫെഡറൽ ഫീച്ചേഴ്സും കൂടി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ മോഡിഫൈ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ഒരു നോൺ ഫെഡറൽ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫെഡറലിസത്തിനെ നമുക്ക് യഥാർത്ഥ ഫെഡറലിസം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 ഇന്ത്യയെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു കരാറിൻ്റെ ഫലമായിട്ടല്ല ഫെഡറൽ
ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ബി വരുന്നത് യൂണിയനിൽ നിന്ന് വേർപിരിയാനോ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ്. എന്താണ്? ഒന്ന് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു കരാറിൻ്റെ ഫലമല്ല. രണ്ടാമത് വരുന്നത് യൂണിയനിൽ നിന്ന്, അതായത് കേന്ദ്രത്തിൽ നിന്ന് വേർപിരിയാൻ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് കൊണ്ട് വിശേഷിപ്പിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സബ് പോയിന്റ്സ് ആയിട്ട് നോക്കാം. ഇതിൽ സംസ്ഥാനങ്ങളുടെ ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്രമാണ്. അങ്ങനെ പറയാൻ കാരണം കേന്ദ്ര സർക്കാർ തന്നെയാണ് ഗവർണർമാരെ സംസ്ഥാനങ്ങളിൽ നിയമിക്കുന്നത്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെക്കാളും കൂടുതൽ അധികാരം ഉണ്ടാവുന്നത് ഗവർണർമാർക്ക് തന്നെയായിരിക്കും കേട്ടോ. ഇതിലൂടെ യൂണിയൻ സർക്കാരിന് സംസ്ഥാന ഭരണത്തിന് മേൽ നിയന്ത്രണം സ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തേത് തുല്യ പ്രാതിനിധ്യം എന്ന ഫെഡറേഷൻ്റെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യക്ക് രാജ്യസഭയിൽ അസമമായ പ്രാതിനിധ്യമുണ്ട്. അപ്പം തുല്യ നീതി അല്ലെങ്കിൽ പ്രാതിനിധ്യമാണല്ലേ നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി രീതിയിൽ അൺഈക്വലായിട്ടുള്ള പ്രാതിനിധ്യം ആർക്ക് വരുന്നുണ്ട്? അൺഈക്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസമമായിട്ടുള്ള പ്രാതിനിധ്യം കേന്ദ്ര സർക്കാരിന് വരുന്നുണ്ട്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം കേട്ടോ. ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനങ്ങളൊക്കെ, അതായത് പ്രധാനപ്പെട്ട എല്ലാ നിയമനങ്ങളും നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇപ്പം ഞാൻ ഇവിടെ ഓപ്ഷനിൽ കണ്ടിരിക്കുന്ന പോയിന്റ്സിൽ വരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനങ്ങൾ, കൂടാതെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽമാരുണ്ടാവുമല്ലോ, അവരുടെയൊക്കെ നിയമനങ്ങളൊക്കെ നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. പിന്നെ ദേശീയ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കൂലേ, അപ്പോൾ ഈ ഒരു കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് മേൽ കൂടുതലായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ രാജ്യത്ത് ഏക പൗരത്വമാണുള്ളത്. പിന്നെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം ഭരണഘടന ഉണ്ടാക്കാറുള്ള ഒരു വ്യവസ്ഥ തന്നെ ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ തിരുത്തലുകൾക്ക് വേണ്ടിയിട്ട് പ്രമേയം സമർപ്പിക്കാനും സംസ്ഥാനങ്ങൾക്ക് അധികാരം വരുന്നില്ല. അപ്പം ഇതുകൊണ്ടുണ്ടല്ലോ, ഇതിൽ ഏറ്റവും കൂടുതൽ അധികാരം വരുന്നത് പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റാണ് ഇതിന് ആ ഒരു പ്രമേയം പാസ്സാക്കാനും നടപ്പിലാക്കാനും പറ്റുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭരണഘടനാ ഭേദഗതികൾ നിർദ്ദേശിക്കാനാവത്തില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ്, IAS IPS മുതലായവയും നിയന്ത്രണത്തിലാക്കുന്നത് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലാണ് കേട്ടോ വരുന്നത്. അഖിലേന്ത്യാ സർവീസുകളൊക്കെ പക്ഷേ ഓരോ സ്റ്റേറ്റിലും ഇവരെ നിയമിക്കുമ്പോൾ സ്റ്റേറ്റിൻ്റെ ആ ഒരു അനുവാദം വേണം. അത് നിയമിക്കുന്നത് അതത് സ്റ്റേറ്റ് തന്നെയാണ് കേട്ടോ, IAS ആൻഡ് IPS ഓഫീസേഴ്സിനെ. ഇനി സാമ്പത്തിക കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് മതിയായ സാമ്പത്തിക വിഭവങ്ങൾ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിനെ ആശ്രയിക്കുന്നത്. അടിയന്തരാവസ്ഥയിൽ സംസ്ഥാനത്തിൻ്റെ ധനകാര്യത്തിൽ കേന്ദ്രത്തിന് പൂർണ്ണമായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുന്നതായിരിക്കും കേട്ടോ. പിന്നെ സംസ്ഥാനത്ത് കേന്ദ്രസേനയെ നിയോഗിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ഇങ്ങനെ നമ്മുടെ മുൻപേ നടന്നിട്ടുണ്ടായിരുന്ന വയനാട് ദുരന്തമൊക്കെ, അവിടെ ആ ഒരു ഡിസാസ്റ്റർ വന്നു വരുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ഒഫീഷ്യൽസിനെ അയക്കും വയനാട്ടിലേക്ക്. എന്നിട്ട് അവർ ആ ഒരു ദുരന്ത നിവാരണ സേനയും അങ്ങനെയൊക്കെ ഉണ്ട്, അവരൊക്കെ വന്നിട്ട് എന്താണ് അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിക്കുന്നതായിരിക്കും. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നോ അതിനനുസരിച്ചുള്ള യൂട്ടിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നീട് നമുക്കത് സെൻട്രൽ ഗവൺമെൻറ് ആ ഒരു ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തി തരുന്നത്. അപ്പോൾ എന്താണ് കൂടുതലും ഇവിടെ നോക്കിക്കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് കേന്ദ്ര സർക്കാരിനാണ് സംസ്ഥാനത്തിന് മുകളിൽ സ്ഥാനമുള്ളതെന്ന്. നിയമപ്രകാരം സംസ്ഥാനത്തിൻ്റെ വിസ്തീർണം കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരും അതിരുകളും മാറ്റാനോ പാർലമെൻറ്റിന് അവകാശമുണ്ട്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഒരു അവകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചേഞ്ച് ചെയ്യാൻ പറ്റൂലേ. ഒരു സംസ്ഥാനത്തിൻ്റെ പേര്, വിസ്തീർണം എന്നിവയൊക്കെ ചേഞ്ച് ചെയ്യാൻ പാർലമെൻറ്റിന് അവകാശം വരുന്നുണ്ട്. പിന്നെ ഏകീകൃത ജുഡീഷ്യറിയാണ് അല്ലേ, നമുക്ക് ഒറ്റ ലോ ആണുള്ളത്, എല്ലാവർക്കും എല്ലാ പൗരനും ഒരു
ജുഡീഷ്യറി എന്ന രീതിയിൽ അന്തിമമായിട്ടുള്ള തീരുമാനം നടപ്പിലാക്കുന്നത് സുപ്രീം കോർട്ടാണ്. അത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് തമ്മിലുള്ള തർക്ക പരിഹാരങ്ങളായാൽ പോലും അതിന് പരിഹാരം കൽപ്പിച്ചു കൊടുക്കുന്നത് സുപ്രീം കോർട്ടായിരിക്കും. ഇനി യൂണിയൻ ലിസ്റ്റ് പ്രകാരം എല്ലാ പ്രധാന വിഷയങ്ങളും കേന്ദ്രത്തിന് നൽകിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന ശക്തമായ ഒരു കേന്ദ്രം സ്ഥാപിക്കുന്നു. ഇനി ഈ ഒരു യൂണിയൻ ലിസ്റ്റിനെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പരിചയപ്പെടാം. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂണിയൻ ലിസ്റ്റിൽ കുറച്ച് സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ 97ഓളം വിഷയങ്ങൾ പ്രതിപാദന വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും അധികം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ളൊരു സെൻട്രൽ ഫോഴ്സ് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത്. പിന്നെ സംസ്ഥാനങ്ങൾ കേന്ദ്രവുമായി അടുത്ത സഹകരണം പ്രവർത്തിക്കണം. പിന്നെ ഈ ഒരു ഭരണഘടനാ വിദഗ്ധരുണ്ടല്ലോ, ഈ ഒരു സംവിധാനത്തെയാണ് സെമി ഫെഡറൽ അല്ലെങ്കിൽ ക്വാസി ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം യൂണിയനോട് കുറച്ചും കൂടെ ചരിവ് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു ഭരണഘടനാ വിദഗ്ധർ കൂടുതൽ കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിനാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്വാസി ഫെഡറൽ അല്ലെങ്കിൽ സെമി ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചിട്ടാണ്, അവരുടെ റിലേഷനെ കുറിച്ചിട്ട്. ഇത് നമ്മുടെ ഭരണഘടനയിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ 11-12 ഭാഗങ്ങളിൽ ആ ഒരു പട്ടികയിലാണ് പെടുത്തിയിട്ടുള്ളത്. മെയിനായിട്ട് ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടും പിന്നെ ഭരണപരമായിട്ടും നിയമനിർമ്മാണപരമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. അത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് നിയമനിർമ്മാണ ബന്ധങ്ങളാണ്. ഈ ഒരു നിയമനിർമ്മാണ ബന്ധങ്ങൾ പറയുന്നതാണെങ്കിൽ 3 ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്, പ്രതിപാദിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വരുന്നത് യൂണിയൻ ലിസ്റ്റിനെ കുറിച്ചിട്ടാണ്. 97 ദേശീയ പ്രാധാന്യ വിഷയങ്ങളാണ് ഈ ഒരു യൂണിയൻ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ളത്. അപ്പം 97 നമുക്ക് ഏതാന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ലിമിറ്റഡ് അവേഴ്സാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിലുള്ളത്. എന്നാലും കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു കേൾക്കുന്നതാണ്. യൂണിയൻ ലിസ്റ്റിൽ 97 പ്രതിപാദ വിഷയങ്ങളിൽ ഫസ്റ്റ് നമുക്ക് പ്രതിരോധത്തെ ഉൾപ്പെടുത്താം. പ്രതിരോധം യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. അതിൻ്റെ മേഖലകളിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. പിന്നെ റെയിൽവേ, തപാൽ, ടാക്സ്, കസ്റ്റം ഡ്യൂട്ടി, പോസ്റ്റൽ ആണ് കേട്ടോ തപാൽ വരുന്നത്. അപ്പോൾ പോസ്റ്റൽ ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി, ടാക്സ് ഉണ്ടല്ലോ, അതിനൊക്കെ കൂടുതൽ ഈ ഒരു വിഷയങ്ങളിൽ കൈകടത്താൻ പറ്റുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അതുകൊണ്ടാണ് യൂണിയൻ ലിസ്റ്റിൽ ഇത് ഉൾപ്പെട്ടിട്ടുള്ളത്. 97 പ്രതിപാദ്യ വിഷയങ്ങളാണ് കേട്ടോ, പ്രാധാന്യം അർഹിക്കുന്ന ദേശീയ വിഷയങ്ങളാണ് ഇതിലുള്ളത്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 വിഷയങ്ങളാണുള്ളത് കേട്ടോ. ഇതിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്റ്റേറ്റിൽ വ്യാപാരം, വാണിജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പോലീസിന് മേലിൽ മത്സ്യബന്ധനം, വനങ്ങൾ, വ്യവസായങ്ങൾ, ഈ ഒരു വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത് ഏതിലാണ് പറയുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത്തരം കാര്യങ്ങളിൽ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. ഇനി 2 പേർക്കും തുല്യ രീതിയിൽ വിഷയങ്ങളെക്കുറിച്ചിട്ട് കൈകടത്താനുള്ള അവകാശം വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. 3ാമത്തെ ലിസ്റ്റാണ്. അതൊരു അധിക പട്ടികയാണ്. ഇതിൽ 47 വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. 47 വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. അതിൽ എക്സാമ്പിളായിട്ട് നമ്മൾ അധിക പട്ടിക ആണല്ലോ, ബാക്കി വരുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അതിൽ ഇലക്ട്രിസിറ്റീനെ കുറിച്ച് പറയുന്നുണ്ട്, ട്രേഡ് യൂണിയൻസ്, ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ്, പ്രിൻറ്റിങ് പ്രൊസസ്സ്, ഇവയ്ക്ക് മേലൊക്കെയുള്ള ആ ഒരു പ്രതിപാദ്യ വിഷയങ്ങളൊക്കെ ഈ ഒരു കൺകറൻറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. പിന്നെ ആണെങ്കിൽ നമ്മുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ്ങും ഡ്രഗ്സും പോയ്സൺസിൻ്റെ ഒക്കെ ഇതൊരു അധിക പട്ടികയാണല്ലോ. ഇപ്പോൾ ക്രിമിനൽ ലോ ആണെങ്കിലും മാരേജ് ആൻഡ് ഡിവോഴ്സ് ഒക്കെ നടക്കുന്ന ഇത്തരം പ്രതിപാദ്യ വിഷയങ്ങളാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഇതിവിടെ കൊടുക്കുന്നേ ഉള്ളൂ. നമുക്ക് നിയമനിർമ്മാണ ബന്ധങ്ങൾ 3 ഉള്ളത്. നിയമനിർമ്മാണ അധികാരങ്ങളുടെ 2 ലിസ്റ്റ് കൂടാതെ ഒരു അധിക ലിസ്റ്റ്. അധിക ലിസ്റ്റാണ് കൺകറൻറ്റ് ലിസ്റ്റ്. പിന്നെ വരുന്ന 2 ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും. യൂണിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിന് അധികാരമുള്ളതാണ്. ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരമുള്ളതാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിന് അധികാരമുള്ളത്. ഓക്കെ,
നമ്മളിപ്പം നിയമപരമായിട്ടുള്ള ബന്ധം റിലേഷൻ പറഞ്ഞു. ഇനി പറയുന്നത് ഭരണപരമായിട്ടുള്ള റിലേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഭരണപരമായിട്ടുള്ള റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനാണ്. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ നിയമനാധികാരം അല്ലെങ്കിൽ പാർലമെൻറ്റ് നിർമ്മിച്ച നിയമങ്ങൾ പാലിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കേണ്ട ഒന്നാണ്. വേണമെങ്കിൽ നിയമങ്ങളുടെ പ്രയോഗത്തിനായിട്ട് യൂണിയൻ എക്സിക്യൂട്ടീവിന് സംസ്ഥാനത്തിന് നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരം നൽകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പാർലമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ, ഒന്നാമതായിട്ട് വരുന്ന പോയിന്റ് ഇതാണ്, പാർലമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. പിന്നാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് യൂണിയൻ എക്സിക്യൂട്ടീവിന് അധികാരം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ പറ്റുന്നതായിരിക്കും. ദേശീയ സൈനിക പ്രാധാന്യമുള്ളതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മാർഗങ്ങളുടെയും ആശയവിനിമയങ്ങളുടെയും നിർമ്മാണ അറ്റകുറ്റപ്പണികൾ, ഇപ്പോൾ റെയിൽവേയുടെ സംരക്ഷണത്തിനായിട്ടുള്ള നടപടികൾ, ഇവിടെയൊക്കെ എവിടെയാണ് കേന്ദ്രത്തിൻ്റെ ഒരു താല്പര്യം, കേന്ദ്രത്തിന് ഭരിക്കാൻ അവകാശം കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ അന്തർ സംസ്ഥാന തർക്കങ്ങളിൽ പ്രസിഡന്റിനെ ഉപദേശിക്കുന്നതിനായിട്ടൊരു അന്തർ സംസ്ഥാന കൗൺസിൽ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ മധ്യത്തിലുള്ള വിഷയങ്ങളാണ് അന്തർ സംസ്ഥാന തർക്കങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതും സംബന്ധിച്ച് പ്രസിഡന്റിന് ഉപദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് അന്തർ സംസ്ഥാന കൗൺസിൽ രൂപീകരിക്കാനുള്ള വ്യവസ്ഥ ഭരണഘടനയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ലാസ്റ്റ് പോയിന്റ്, സംസ്ഥാന സർക്കാരുകൾക്ക് സംസ്ഥാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില ഭരണപരമായ ചുമതലകൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കാം. അതായത് എനിക്കിപ്പോൾ ഒരു ചുമതല തന്നതാണെങ്കിൽ എനിക്കത് ഒരു സർട്ടൻ പോയിന്റ് ഓഫ് ടൈം വരെ അത് നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഞാൻ എൻ്റെ സെൻട്രൽ ഫോഴ്സിന് കൊടുക്കുകയാണ് ആ ഒരു ചുമതല. ഒന്നെങ്കിൽ 6 months, അത് നമ്മുടെ ആ ഒരു ഡ്യൂറേഷൻ അനുസരിച്ച് ആ ഒരു ചുമതല കേന്ദ്രത്തിന് വഹിക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്തരം നമ്മൾ 2 റിലേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, നിയമനിർമ്മാണ ബന്ധവും പിന്നെ പറഞ്ഞിട്ടുള്ള ഭരണകാര്യ ബന്ധവും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നിങ്ങൾ ഈ 2 റിലേഷനും പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കൂടുതൽ അധികാരം വരുന്നത് 2 പേരും സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നെങ്കിൽ പോലും കൂടുതൽ അധികാരം വരുന്നത് സെൻട്രൽ ഫോഴ്സിനാണല്ലേ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കുറച്ച് ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഓട്ടോണമി വരണം, ഗ്രേറ്റ് ഓട്ടോണമി വേണമെന്ന് അവർ അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വയം ഭരണാവകാശം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ആര് ചെയ്യുന്ന ഈ ഒരു സംസ്ഥാനങ്ങൾ. അതെന്താണെന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാതാക്കൾ കേന്ദ്രത്തിന് ഒരു പ്രധാന പങ്ക് നൽകുകയും ഒരു സഹകരണ ഫെഡറലിസം സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്തു. കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ സർക്കറിയ കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഫെഡറലിസത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ള പങ്ക് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അതുകൊണ്ട് തന്നെ അത് വഷളാവാൻ, ചില കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ബന്ധം, റിലേഷൻ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് സർക്കാരിയ കമ്മീഷൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിനെയാണ് സർക്കാരിയ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ്, അവരുടെ തമ്മിലുള്ള സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത് കേട്ടോ. MCQയിൽ ചിലപ്പോൾ ചോദിക്കാവുന്നതാണ് ഇങ്ങനെ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കമ്മീഷൻ അവർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് സർക്കാരിയ റിപ്പോർട്ടാണ് കേട്ടോ. ഇനി 3ാമത്തെ റിലേഷനാണ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വരുന്നത്. സാമ്പത്തിക ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. യൂണിയനും സംസ്ഥാനത്തിനും സ്വതന്ത്ര വരുമാന സ്രോതസ്സുകൾ ഭരണഘടന നൽകിയിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ പാർലമെൻറ്റിന് നികുതി ഈടാക്കാം. ഇവിടെ എന്താ പറയുന്നത്? അതായത് യൂണിയൻ ലിസ്റ്റിൽ നമ്മൾ കുറച്ചധികം ലിസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 97 പ്രതിപാദ്യ വിഷയങ്ങളുണ്ട്, പ്രതിരോധം, റെയിൽവേ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ. അപ്പം ഇതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങളിൽ പാർലമെൻറ്റിന് നികുതി ഈടാക്കാൻ പറ്റും. കാരണം യൂണിയൻ ലിസ്റ്റിൽ അവകാശപ്പെട്ടിട്ടുള്ള പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങൾ യൂണിയൻ്റെ അണ്ടറിലായിരിക്കും. അതുകൊണ്ടാണ് അതിന് പറ്റുന്നത്. ഇനി സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് നികുതി ഈടാക്കാം. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള
66 വിഷയങ്ങളുണ്ട്. അതിൽ നിന്നും ഓരോന്നിലും വ്യാപാരം, വാണിജ്യം, പോലീസ് തുടങ്ങിയിട്ടുള്ള അത്തരം കാര്യങ്ങളിൽ സംസ്ഥാനത്തിനും നികുതി ഈടാക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇനി അന്തർ സംസ്ഥാന അടിത്തറയുള്ള നികുതികൾ കേന്ദ്രവും പ്രാദേശിക അടിത്തറയുള്ളവ സംസ്ഥാനവും ചുമത്തുന്നു. ഇനിയിപ്പം ടാക്സ് ചുമത്തുന്നത് അത് അന്തർ സംസ്ഥാനമാണെങ്കിൽ കേന്ദ്രമായിരിക്കും. ഇനി സംസ്ഥാനത്തിനുള്ളിലുള്ള ചില പൊതു കാര്യങ്ങളാണെങ്കിൽ അതിന് നികുതി ചുമത്തുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആയിരിക്കും കേട്ടോ. ഇനി കേന്ദ്രം ഈടാക്കുന്ന സേവന നികുതി എന്നാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ശേഖരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇപ്പം ഒരു സെൻട്രൽ ഫോഴ്സ് ഒരു നികുതി, സേവന നികുതി ഈടാക്കി. അപ്പം എന്താണ് അത് ശേഖരിക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് മാത്രമല്ല, ഇതിൻ്റെ ഡ്യൂട്ടീസ് സംസ്ഥാന ഗവൺമെൻറ്റിനും കൊടുക്കും. ഒരു ചെയിൻ സിസ്റ്റം പോലെ സെൻട്രൽ ഗവൺമെൻറ് ആ ഒരു സേവന നികുതി പറയും, സ്റ്റേറ്റ് ഗവൺമെൻറ് അത് ശേഖരിക്കുകയും പിരിച്ചെടുക്കുകയും വേണം. ഇനി യൂണിയൻ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുന്ന നികുതികൾ എന്നാൽ അവ ഈടാക്കാവുന്ന സംസ്ഥാനങ്ങൾക്ക് നിയോഗിക്കപ്പെടുന്നു. ഇപ്പോൾ ഇത് യൂണിയന് ഒരു നികുതി ഏർപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിരിച്ചെടുക്കുമല്ലോ. പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ നികുതികൾ അവ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കേന്ദ്ര പദ്ധതിയുടെ മുൻഗണനകൾക്കനുസൃതമായാണ് സംസ്ഥാന പദ്ധതികൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവ കമ്മീഷൻ്റെ അംഗീകാരത്തോടെ നടപ്പിലാക്കുന്നു. അപ്പം സംസ്ഥാന പദ്ധതികൾ എന്തെങ്കിലും രൂപപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിൽ കമ്മീഷൻ്റെ അംഗീകാരത്തോടെയാണ് കേട്ടോ ഇത് നടപ്പിലാക്കുന്നത്. ഇനി ആസൂത്രണം, കേന്ദ്രം നൽകുന്ന ഗ്രാൻറ്റുകൾ, സ്പോൺസർ ചെയ്ത പദ്ധതികളും അവ ഉണ്ടാക്കേണ്ട വ്യവസ്ഥകളും സംസ്ഥാനങ്ങൾ നടപ്പിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ കേന്ദ്രം ആസൂത്രണം ചെയ്യുന്നോ അത് നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇനി കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനം സൃഷ്ടിച്ചു. ഒരു മുൻകൈയും സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. കേന്ദ്രം ആവിഷ്കരിച്ച പദ്ധതികൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. അതായത് എന്തെങ്കിലും ഈ ഒരു കമ്മീഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്മീഷൻ എന്തായാലും ഒരു കൃത്യമായിട്ടുള്ള ആസൂത്രണമാണല്ലോ നടത്തുന്നത്. അപ്പോൾ ഇതിന് സംസ്ഥാനങ്ങൾക്ക് മുൻകൈ എടുക്കാൻ പറ്റുന്നില്ല. കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ആസൂത്രണ കമ്മീഷന് ശക്തമായിട്ട് ശുപാർശ ചെയ്തിട്ടുള്ള വസ്തുതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളൊരു അന്തർ സംസ്ഥാന കൗൺസിലിൻ്റെ സ്ഥാപനം ഉണ്ടാവണം എന്നാണ്. തീർച്ചയായിട്ടും ഒരു അന്തർ സംസ്ഥാന കൗൺസിൽ ഉണ്ടാക്കണം എന്നാണ്. ഇനി യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരസ്പര കൂടിയാലോചനയിലൂടെ പരിഹരിക്കണം. ഇപ്പം ഒരാൾക്ക് കൂടുതൽ പവർ കൊടുക്കും, തീർച്ചയായിട്ടും പല തർക്കങ്ങളും വരാം. അപ്പോൾ ഇത്തരം തർക്കങ്ങളിൽ പരസ്പരം കൂടി ആലോചിച്ചിട്ട് വേണം തർക്ക പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ എന്നാണ് ഈ ഒരു കമ്മീഷൻ ശക്തമായിട്ട് ശുപാർശ ചെയ്യുന്ന മറ്റൊരു വസ്തുത. ഇനി മൂന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ഉദാരവൽക്കരണത്തിനും ഭരണഘടനാ ഭേദഗതികൾക്കും അനുയോജ്യമായത് സൗഹാർദ്ദപരമായിട്ടുള്ള ബന്ധം. അതായത് ഇവരുടെ ആ ഒരു റിപ്പോർട്ടിൽ അവർ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ ഒരു ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു ടോപ്പിക്കാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്നത്. എന്തായാലും നമ്മുടെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തായാലും നിങ്ങളൊന്ന് നോക്കാം. പിന്നെ ആണെങ്കിൽ അതിൻ്റെ റിലേഷൻസ്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് തമ്മിലുള്ള 3 റിലേഷൻസ് നോക്കുക. ഇത്ര തന്നെയുള്ളൂ ഇതിൽ പഠിക്കാനായിട്ട്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.